നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ വിശിഷ്ട വ്യക്തിത്വത്തെ തന്നെയാണ്. മഹാത്മജിയുടെ ജീവൻ ചരിത്രത്തെക്കുറിച്ച് അഗാധമായി പഠിക്കുകയും അദ്ദേഹത്തിന്റെ സമഗ്രമായ ജീവിതം ഒരു കാവ്യ പുസ്തകമായി എഴുതുകയും ചെയ്തിട്ടുള്ള ശ്രീ രേവന്ത് മാസ്റ്റർ ആണ് ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകനായിരുന്ന ശ്രീ രേവന്ത് മാസ്റ്റർ സദ്ഗാവിഷ്കാരങ്ങൾ എന്ന മറ്റൊരു കൃതി കൂടി ഇതിനു മുൻപ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൃതിയാണ്. അങ്ങനെ സർഗധനായ നമ്മുടെ പൂർവ്വ അധ്യാപകനെ നമ്മുടെ ഈ വേദിയിലേക്ക് നമുക്ക് നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകനായി ലഭിച്ചത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സദസ്സിൽ മുന്നിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്നിവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കുട്ടികൾക്കെല്ലാം അറിയാമല്ലോ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഇന്ന് ലോകാരാധ്യനായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ആ പുണ്യദിനം സമഗ്രമായി ഇവിടെ ആഘോഷങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ എന്നെ ക്ഷണിച്ച ഈ സ്ഥാപനത്തിലെ ഈ വിദ്യാലയത്തിലെ എല്ലാവരോടും ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിക്കുക. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്റ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും അത് നോക്കി കൂടുതൽ മനസ്സിലാക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഗാന്ധിയെക്കുറിച്ച് അറിയാത്തവരാരും തന്നെ ഉണ്ടാവുകയില്ല. എങ്കിലും ഞാൻ ഒരു സുരക്ഷിതമായിട്ട് പറഞ്ഞതിൻ്റെ ഗാന്ധിയെക്കുറിച്ച് ഞാൻ ഈ എല്ലാവരും പറഞ്ഞ് സമയം ലഭിക്കുന്നില്ല. ഈ വീഡിയോ കണ്ട് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കണമെന്ന് മാത്രം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ
വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മാർട്ട് മീഡിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. എപ്പോഴും നമ്മൾ കളിയും തമാശയും ചലഞ്ചൊക്കെ ആയിട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ചരിത്രത്തിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഒരുപാട് കളിയും തമാശയുമായിട്ടാണ് ഞങ്ങളെ വീഡിയോ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ബുക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ പിന്നണിയിലെ ചരിത്രങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ പോവുകയാണ്. നമസ്കാരം. നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാനലിൽ വരുന്നത് കളിയും ചിരിയും തമാശയും ഒന്നുമല്ല. അപ്പോൾ ഇന്നത്തെ ചരിത്രപരമായിട്ടുള്ള ഏടുകളിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു പുസ്തകം കാണിച്ചു കഴിഞ്ഞു. ഈ പുസ്തകത്തിൻ്റെ പിന്നിലുള്ള കഥകളാണ് നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. 350ഓളം പേജുള്ള ഗാന്ധിപർവം എന്ന പുസ്തകം എഴുതിയ ശ്രീ രേരോത്ത് മാഷ് കടന്നപ്പള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ജീവിത കഥയിലേക്കും ഈ പുസ്തകത്തിലേക്കും ഞങ്ങൾ കടക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാഷെ ഒന്ന് പരിചയപ്പെടുത്താണ്ട്. ഞാൻ ജനിച്ചതും വളർന്നതും കടന്നപ്പള്ളി തന്നെയാണ്. എൻ്റെ മാതാപിതാക്കളൊക്കെ ജീവിച്ച മണ്ണ് തന്നെയാണ്. ഞാൻ ചെറുപ്പത്തിൽ ഇന്നത്തെ പോലെ ജീവിക്കാനുള്ള സൗകര്യം ഇന്നും വലിയ സൗകര്യം ഉണ്ടായിട്ടല്ല, എന്നാൽ പോലും ഈ സൗകര്യങ്ങളൊന്നും വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയോ പഠിച്ച് ഒരു അധ്യാപകനായി എന്ന് മാത്രമേ എനിക്കിപ്പം പറയാൻ പറ്റൂ. എൻ്റെ സഹോദരനോ സഹോദരിയോ അവർക്കൊന്നും പഠിക്കാനോ ഇതുപോലെ എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കാനോ ഉള്ള അവസരം ഉണ്ടായിട്ടില്ല. എൻ്റെ മാതാപിതാക്കൾക്ക് അന്ന് പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു, നെൽകൃഷി. അവിടുത്തെ രാവിലെ ഞങ്ങളൊക്കെ ഈ നാട്ടിലെങ്ങനെയാ വെച്ചാൽ രാവിലെ 4-5 മണിക്കുള്ളിലായിട്ട് ഈ മൂരികള കണ്ടത്തിൽ കൂട്ടുന്ന മൂരികളെയൊക്കെ തെളിച്ച് ഈ മഞ്ഞോട് ചേർന്ന പുല്ല് തിന്ന് തേക്കാൻ വേണ്ടി പറമ്പിട്ട് 4 മണിക്ക്. അതൊക്കെ കഴിഞ്ഞ് അതിനെ കുറിച്ച് കണ്ടത്തിൽ കൊണ്ടാക്കി അവർക്ക് കൂട്ടാനൊക്കെ സൗകര്യമാക്കിയതിന് ശേഷമാണ് വന്നിട്ട് കുളിച്ചിട്ട് സ്കൂളിൽ പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുള്ള ഇതാണ്. ആ സമയത്ത് എങ്ങനെയല്ലോ പോയിട്ട് നമ്മൾ ഒരു UP സ്കൂളൊക്കെ കഴിഞ്ഞു. പിന്നെ മാടായി ഹൈസ്കൂളാണ് പഠിക്കുന്നത്. ഇവിടെ നിന്ന് നടന്നിട്ട് പോകണം, ബസ്സോ കാര്യമോ ഒന്നുമില്ല. രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് നടന്നിട്ട് പോയിട്ട് വേണം മാടായി സ്കൂളിൽ പഠിക്കാൻ. അതുപോലെ പിന്നെ തിരിച്ച് 7 മണിക്ക് എത്തും. അതിനിടയിൽ ഒരു ദിവസം പോലും അന്ന് ഉണ്ടാവില്ല. അതാണ് അന്നത്തെ അവസ്ഥ. അങ്ങനെയാണ് പഠിച്ചത്. പഠിച്ച് പിന്നെ ഒരു കൊല്ലം ഇവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂളിൽ അധ്യാപകനാവാൻ ട്രെയിനിങ് കഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എനിക്കെന്തോ അന്ന് അധ്യാപകനാവാൻ വലിയ മടിയായി. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു മരുമകനുണ്ട് ചെന്നൈയിൽ, അന്ന് മദ്രാസ് എന്നാണ് പറയാം. അവിടുത്തെ അവൻ കൂട്ടിയിട്ട് പോയി അവിടെ ഒരു ജോലിയാക്കാം എന്നല്ലേ. അവിടെ പോയി 4-5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ചെന്നൈ ജീവിതം എടുത്തു. പിന്നെ മാഷല്ല, എന്ത് ജോലിയായാലും നാട്ടിൽ മതി എന്ന ഒരു നില എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ തിരിച്ചു വന്ന് കണ്ണൂർ ട്രെയിനിങ് സ്കൂളിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. എനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ അധ്യാപകനാവാൻ ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. അവിടെ ആ സ്കൂളിൽ അന്ന് ഈ ട്രെയിനിങ് സ്കൂൾ ഇന്നത്തെ പോലെയല്ല. അന്നവിടെ 2 മാസം അവിടെ തന്നെ നിർബന്ധമായിട്ട് താമസിക്കണം. 2 മാസം താമസിച്ചിട്ട് അത് രാവിലെ ഒരു 4:30 എഴുന്നേൽക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു സെറ്റുണ്ട്. അവർ രഘുപതി രാഘവ രാജാറാം എന്ന് എഴുതിയിട്ട് എല്ലാ ഈ കിടപ്പ് റൂമിൻ്റെ അടുത്തേക്കും ഇത് ചൊല്ലിക്കൊണ്ട് വരും. അത് കേട്ടിട്ടാണ് നമ്മൾ ഉണരുക. ഉണർന്ന വളരെ സാധാരണ ദിനകൃത്യങ്ങളൊക്കെ കഴിച്ച് നമ്മളെ ഡ്രസ്സടക്കം എല്ലാം എടുത്തിട്ട് ഒരു ഇതൊക്കെ പോയി ഇരിക്കണം. അത് ഇവർ വന്ന് പരിശോധിക്കും, മാഷന്മാർ. അതിൻ്റെ രീതിയിൽ അവിടെ
അങ്ങനെ അവർ പരിശോധിച്ച് അവർ അതിനൊക്കെ അന്ന് വളരെ വളരെ കർശനമാണ്, നമ്മൾ ഇന്നത്തെ പോലെ അല്ല, വളരെ കർശനമായിട്ട് അതൊക്കെ നടന്നു. അതിനുശേഷം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന 3 മതക്കാരുടെ ഗ്രന്ഥങ്ങൾ ചെയ്തു, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. അവരുടെ അത് ചെല്ലാൻ ആളെ ഏർപ്പാടാക്കും. അങ്ങനെ ഒരു മൈത്രിയുടെ ഒരു അന്തരീക്ഷം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം 2 നേരം ഇതുണ്ടാവും. ആ അന്തരീക്ഷം മനുഷ്യനെ വല്ലാണ്ട് മാറ്റും എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയുന്നത്. വല്ലാത്തൊരു മാറ്റം അതുണ്ടാവും. ഇതൊക്കെ നമുക്ക് കേൾക്കണം. പിന്നെ ഗാന്ധി സൂക്തങ്ങൾ, ഗാന്ധിജിയെ കുറിച്ചിട്ട് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു അധ്യാപകർ മാറി മാറി ഉള്ളവരായിക്കോട്ടെ അവർ ചിലപ്പോൾ പുറത്തുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഗാന്ധിജിയെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ടൊരു ധാരണ നമ്മളുണ്ടാവും. അങ്ങനെ നമ്മുടെ മനസ്സിൽ അതുപോലെ തന്നെ ഭക്ഷണം ഈ ഒരു ടീമായി തിരിച്ചിട്ടാണ്. ഒരാൾക്ക് ഒരു സെറ്റ് ഒരു ആഴ്ച ഭക്ഷണം ഉണ്ടാക്കാൻ, അവർക്ക് ആ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ പണി. മറ്റൊരു സെറ്റിന് അവരെ എച്ചിൽ എടുക്കലും വൃത്തിയാക്കലും അത് തന്നെയാണ്. മറ്റൊരു സെറ്റിന് കക്കൂസ് മാലിന്യങ്ങളൊക്കെ. അന്ന് വേറെ ഒന്ന് എന്താ വെച്ചാൽ കക്കൂസ് മാലിന്യം എടുക്കുക ഇന്നത്തെ പോലത്തെ അങ്ങൊന്നും ഇല്ലാത്ത ബക്കറ്റ് വെച്ചിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു ഏർപ്പാട് പോലും അന്നുണ്ടായിരുന്നു. അന്ന് അതൊക്കെ നമ്മൾ എടുത്തിട്ട് കൊണ്ട് കളഞ്ഞിട്ട് ആ പാത്രം കഴുകിയിട്ട് വീണ്ടും മുമ്പത്തെ സ്ഥലത്ത് വേണം. ഇന്നത്തെ സൗകര്യങ്ങൾ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഇതുപോലെ എല്ലാം കിടന്ന രാത്രി 10 മണി ആയാൽ ലൈറ്റ് ഓഫ് ആക്കും, കിടക്കാം. അതിനിടയിൽ ഇങ്ങനെ ടീമായിട്ടാണ് ഓരോ ജോലിക്കും ആളുകളെ തീരുന്നത്. അതിന് ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ജീവിതം എങ്ങനെ വെച്ചാൽ എനിക്ക് ഇവിടുന്ന് അച്ഛൻ തോക്കൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ പോയാൽ ഇവിടുന്ന് പറമ്പത്തെല്ലാം പോയിട്ട് വന്നാൽ എന്തെങ്കിലും മൃഗങ്ങൾ ഈ മുയലും മീനും അതുപോലെ എന്തെങ്കിലും കിട്ടിയാലും മിക്ക ദിവസവും മാംസാഹാരം ഉണ്ടാവും. അങ്ങനെയാണ് ഇത്. അപ്പോൾ അങ്ങനെ ഒരു ജീവിച്ച് ഞാൻ ആ ട്രെയിനിങ് കഴിയുമ്പോഴേക്കും ശരിക്കും അതിനൊക്കെ മാറി. ഞാൻ മത്സ്യമാംസാദികൾ കംപ്ലീറ്റ് ഉപേക്ഷിച്ചു. ഗാന്ധിയെ കുറിച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് മനസ്സിൽ. എനിക്ക് അതിനു മുമ്പും ഗാന്ധി നെഹ്റു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയില്ല, വല്ലാത്തൊരു ഫീലിംഗ്. അത് മാത്രമല്ല, അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ഉള്ളവരെല്ലാം ഈ ഗാന്ധി നെഹ്റുവിനെ അങ്ങനെ ഒരു ആരാധിക്കുന്നവരല്ല. എൻ്റെ അച്ഛൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിരുന്നു. എൻ്റെ വീട്ടിലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഞാൻ എങ്ങനെയോ ഈ 2 വ്യക്തികളിലേക്ക് എങ്ങനെ പോയി എന്ന് എനിക്കും അറിയില്ല, അതിപ്പോൾ പറയാൻ കഴിയില്ല. അങ്ങനെ ഈ 2 വ്യക്തികളിലേക്ക് എൻ്റെ മനസ്സ് ഇവരെ ഫോട്ടോ വെക്കുക, അതെൻ്റെ ഒരു സ്വഭാവമാണ് ചെറുതായത്. പിന്നെ ട്രെയിനിങ് സ്കൂളിൽ പോയിട്ട് ഇവരുടെ ഈ സംസർഗം വല്ലാണ്ട് മാറ്റം വരുത്തി. അപ്പോൾ മാഷിൻ്റെ ജീവിതകഥയും അതുപോലെ തന്നെ ബാല്യകാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, പിന്നെ കുറച്ച് എഴുത്തിനെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ മാഷ് ഈ എഴുത്ത് വഴിയിലേക്ക് എങ്ങനെയാണ് വന്നത്? അങ്ങനെയാണോ ഗാന്ധി പർവ്വം തുടക്കം കുറിച്ചത്? ഗാന്ധി പർവ്വത്തിലൂടെ തന്നെയാണോ? ഞാൻ ഈ എഴുത്തിലേക്ക് വരാനുള്ള കാരണം പ്രധാനമായി ഞാൻ ആദ്യം പറഞ്ഞു, ട്രെയിനിങ് സ്കൂളിൽ എൻ്റെ അധ്യാപകന്മാർ ഗാന്ധിയെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ ആയപ്പോൾ ഞാൻ ഗാന്ധിജിയെക്കുറിച്ചൊരു പുസ്തകം എഴുതണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അതും പദ്യത്തിലാണ്, ശ്ലോകരൂപത്തിൽ തന്നെയാണ്. അങ്ങനെ ഒരു പുസ്തകം എഴുതി ഗാന്ധിജിയെ കുറിച്ച് തന്നെ. മാഷ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശ്ലോക രൂപത്തിൽ എഴുതിയത്? അതായത് ഇപ്പോഴത്തെ ആളുകളോടാണ് കഥകൾ എനിക്ക് അന്നേ കവിത കുറവാണ്. ഞാൻ അധികവും വായിക്കൽ ആശ ഒന്നുകൂടി വായിച്ചു തോന്നി. ഇതുപോലെ ശങ്കരക്കുറിപ്പ് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ കവിതകളാണ് ഞാൻ അന്ന് എന്നെ വല്ലാണ്ട് ആകർഷിച്ചത്. അതുപോലെ കാളിദാസൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. രാമായണങ്ങൾ ഇപ്പം തന്നെ വായിച്ച് 3 രാമായണം കൂടിയുണ്ട്. അത് അന്യോന്യവും ആ കഥയിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുന്നത് വാൽമീകി രാമായണം, ഈ അധ്യാത്മരാമായണം, എഴുത്തച്ഛൻ്റെ അല്ല, സംസ്കൃതമുണ്ട്. എഴുത്ത് ആദ്യകാലം തൊട്ടേ എങ്ങനെയാണ് തന്നെ എഴുതാറുണ്ട്. പക്ഷേ എന്തെങ്കിലും എഴുതിയാൽ അത് ഇത് നമ്മൾ സൂക്ഷിക്കണം എന്നല്ലോ തോന്നിച്ചൊന്നും
ഇല്ല. ഇതിനു മുമ്പ് പുസ്തകം ഇറക്കിയിട്ടുണ്ടോ അതോ ഇതാണോ? അത് ഇറക്കിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഗാന്ധിയെ കുറിച്ച് തന്നെ ഒരു പുസ്തകം എഴുതി അതിൽ ചെറുക്കട്ടി ബാലകൃഷ്ണനായിരുന്നു. ചെറുക്കട്ടി ബാലകൃഷ്ണനായിട്ട് നോക്കി പരിശോധിച്ച് പിന്നെ ആ ഒരു പുസ്തക രൂപത്തിലാക്കി അയാൾ അവതാരിക എഴുതിയിട്ട് ഇതടിക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഞാൻ പറഞ്ഞു ദാരിദ്ര്യം മാക്സിമം തന്നെ അത് അടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അതൊരു അലമുറയിൽ ബുദ്ധിയായിട്ട് വെച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് അത് പിന്നെ ഏകദേശം കുറച്ച് ജലമായപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം അടിക്കാൻ പറ്റുമോ നോക്കാമെന്ന് നോക്കുമ്പോഴേക്കും ചെതലി ചെറുകി അടിക്കുന്നു ചെതൽ വന്നിട്ട് ആശ്രയിക്കുന്നങ്ങനെ അത് കംപ്ലീറ്റ് അങ്ങനെ. അതിന് ശേഷം എനിക്ക് മൊത്തത്തിൽ എഴുതാനല്ലാണ്ട് സൂക്ഷിക്കാനില്ല ഇതില്ല. ഒരു മാനസികമായിട്ട് പിന്നെ ഒരു സുഖമില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ ഓരോന്ന് എഴുതും. ഇന്നലെ എഴുതും. ഇവിടെ പറയും നിങ്ങൾക്ക് ഭ്രാന്താകുന്നില്ല ഇന്ന് രാത്രി ഒക്കെ അത് അങ്ങനെ പോയി. അത് നിന്നിട്ടൊന്നുമില്ല. പിന്നീട് ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം അതും ഇങ്ങനെ ഓരോ ഇതെഴുതിയിട്ട് ഒരു എൻ്റെ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണ്. പക്ഷെ ഓനിപ്പോൾ എന്നാകട്ടെല്ലാം വലുതാണ്. ഇത് മാധ്യമ ലേഖയാണ് പയ്യന്. ഓനൊരു ദിവസം ഇതാ വരാനായി. ഓൻ വന്നപ്പോൾ ഇത് കണ്ടു. ഞാനിങ്ങനെ രസമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് ഭ്രാന്താന്ന് കിട്ടാണ് എന്നിട്ട് അത് കളിയും ചെയ്യും. അതൊരു കാര്യത്തില്ല. അങ്ങനെ അവനും ഇത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഞാൻ അടിക്കുന്നു നീ അടിക്കുന്നില്ല ഇതെന്തായാലും അടിക്കാം ഞാൻ എന്തായാലും തിരിച്ചു. ഇങ്ങനെയാണ് പ്രസിദ്ധീകരണത്തിലേക്ക് വന്നത്. അങ്ങനെയാണ്. അതെല്ലാം കൂടെ ആയി. ഞാൻ ശ്രീകാന്ത് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഒരു വലിയ സാഹിത്യകാരൻ അല്ലെങ്കിൽ പല ഭാഷയിലും പിന്നെ എഴുതുന്ന ജ്ഞാനഗീത അയാൾ പുറത്തെടുത്ത മാസിക സ്ഥിരമായിട്ട് പിന്നെ എഴുതാം വലിയ പിന്നെ ഞാൻ അയാളെ ഒന്ന് കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് അന്ന് അയാൾ പയ്യനൊരു ബോംബെ ഹോട്ടൽ 2 റൂം എടുത്തിട്ട് ആടി എഴുതിയിട്ട് എഴുത്താം എവിടെ പോകുന്നില്ല അന്ന് പ്രശ്നം അങ്ങനെയില്ല ഒരാളാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു പിന്നെ കാര്യം അയാൾ നോക്കിയിട്ട് പറഞ്ഞു എന്തായാലും അടിക്കാം ഞാൻ അതിന് വേണ്ട സഹായം ചെയ്യില്ല. അങ്ങനെ എനിക്ക് അവരെന്നെയാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം അടിച്ചിട്ട് അവരൊന്നും അവരത് അത് പിന്നെ ഇതാണ് ദശാവതാരത്തിനെ കുറിച്ച് അതിനെക്കുറിച്ചൊരു വ്യാഖ്യാനം. അത് അവർ പിന്നീട് ഉദ്ദേശിച്ചാൽ പല ക്ഷേത്രങ്ങൾ പുസ്തകം ബുക്കിൽ നിർത്താൻ അവരെന്നെ കൊണ്ട് കൊടുത്തു. ഞാനതിൽ ഒരു ഇത് അനുസരിച്ചൊന്നുമില്ല. അങ്ങനെ അത് നന്നായിട്ട് പോയപ്പോൾ പിന്നെ എനിക്ക് ഒന്ന് എഴുതണം. അങ്ങനെയാണ് ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗാന്ധി പർവ്വം യാത്രകളുണ്ട്. ഞാൻ ഗാന്ധിയുടെ പിന്നെ ജീവിച്ച സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പിന്നെ 2 തവണ യാത്ര പോയി. ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും പോയിട്ട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്തിട്ട് ഗാന്ധി വെച്ചാൽ ഞാനൊരു ദൈവത്തെ പോലെ തന്നെ പിന്നെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗാന്ധിയെ കുറിച്ച് എത്ര പറഞ്ഞാലും പിന്നെ അത്രയും പിന്നെ അങ്ങനെ ഗാന്ധിയെ കുറിച്ച് രണ്ടാമത്തെ പുസ്തകം ആദ്യത്തെ പുസ്തകം ഞാൻ പോയത് കൊണ്ട് ഒന്നാണ് ഗാന്ധിയെ കുറിച്ച് എഴുതാൻ എന്നില്ല. അതും റിട്ടയർമെൻറ്റിന് ശേഷം എൻ്റെ ആ നല്ല കാലത്തും നല്ല റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഞാൻ ഗാന്ധിയെക്കുറിച്ച് പഴയ ഓർമ്മയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഗാന്ധിയെക്കുറിച്ച് വീണ്ടും പഠിച്ച കുറേ നിരന്തരമായിട്ട് പിന്നെ വായിച്ചു നല്ല എഴുതാൻ കഴിഞ്ഞു. അങ്ങനെ നിരന്തരമായിട്ട് വായിച്ച് ഗാന്ധിയെക്കുറിച്ച് പഠിച്ച് തുടങ്ങി എഴുതാൻ. ആ ട്രെയിനിങ് സമയത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് എഴുതിയാണ് ഈ പോയത്. ആ സമയത്ത് എഴുതാൻ തോന്നിയാണ് ഞാൻ പിന്നെ മാഷായിട്ട് ആദ്യകാലത്ത് പിന്നെ എഴുതി അവതാരികർക്ക് എഴുതിയിട്ടെല്ലാം പിന്നെ പോയത്. ടൈമിംഗ് എടുത്ത് ഞാൻ എഴുതാറുണ്ട്. ചെറിയ കുട്ടി കവിതകൾ ആദ്യം തന്നെ എഴുതിയിട്ട് ആദ്യം വായിക്കാറും പിന്നെ അത് ഈ പ്രാർത്ഥന ഞാൻ തിരിയുന്നവരെ ഇരുന്ന് പ്രാർത്ഥന ഞാൻ എഴുതിയ പിന്നെ പ്രാർത്ഥന അത് ട്രെയിനിങ് സ്കൂളിൽ ഞാൻ പ്രാർത്ഥനയൊക്കെ പിന്നെ എഴുതിയിട്ട്. ഏത് സ്കൂളിലായിരുന്നു അധ്യാപന ജീവിതം? അധ്യാപക ജീവിതം ആദ്യം ഇടമല ഗ്രൂപ്പിയാണ്. കണ്ടോണ്ടാണ് അവിടെ ആദ്യം ഒരു അത്രയും ഉണ്ടായിരുന്നു. അത് നല്ലൊരു കാലമായിരുന്നു. അതിന് ശേഷം ഞാൻ വിളിച്ചത് കടന്നപ്പള്ളി വിട്ടാൽ എഴുതിയത് ഒരു ശ്ലോകം പോലെയാണ്. അപ്പോൾ ശ്ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ സംസ്കൃതം കുറച്ച് ജ്ഞാനം അങ്ങനെയൊക്കെ വേണം. ഈ സംസ്കൃതം നേരത്തെ അറിയാമായിരുന്നോ അത് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് പോലെ നമ്മളൊരു എഴുതുമ്പോൾ ഓൾറെഡി എന്തായാലും നോക്കണമല്ലോ. കാരണം പുറത്തേക്കാണ് ഈ ഒരു പുസ്തകം ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ശ്ലോകത്തിൻ്റെ അർത്ഥവും ഒക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മുൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? പ്രൊജക്റ്റോ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? മനസ്സിലാക്കി സംസ്കൃത ജ്ഞാനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ വളരെ പരിമിതമായിട്ട്
ഉള്ളിലുണ്ട്. പിന്നെ ഇത് വായിച്ചിട്ട് നിരന്തരമായിട്ട് വായിക്കാനെത്തി. അത് സംസ്കൃതത്തിൽ ഞാൻ പിന്നെ ക്ലാസ്സിൻ്റെ കാര്യമാക്കില്ല. അതുപോലെ ഇപ്പോൾ പിന്നെ ഈ അധ്യാത്മരാമായണം മൂലം പിന്നെ ഈ വാൽമീകി രാമായണം ഇതെല്ലാം സംസ്കൃതമാണ്. അത് വായിച്ച് വായിച്ച് അതിൻ്റെ മലയാളം പിന്നെ വായിച്ച് അതൊരു ആ ഒരു ബന്ധം നിലനിർത്താൻ. പക്ഷേ അതിൻ്റെ പിന്നെ അടിത്തറ സംസ്കൃതത്തിൻ്റെ അടിത്തറ അറിയുന്ന സാധിക്കില്ല. അതിൻ്റെ വ്യാകരണ കാര്യങ്ങൾ അറിയുന്ന സാധിക്കില്ല. ഇത് പൂർണ്ണമായിട്ടും സംസ്കൃതത്തിൽ തന്നെയാണോ ഈ ഒരു ശ്ലോകം? ഇപ്പം ഗാന്ധിബാബു എഴുതി കംപ്ലീറ്റ് സംസ്കൃതത്താണ്, 100% സംസ്കൃതത്താണ്. മാഷ ഒരു രീതി അത്രയും രീതിയിൽ തന്നെയാണോ വരുന്നത്? ഞാൻ അധികം എഴുതിയതും ആ രീതിയിൽ തന്നെയാണ്. പിന്നെ അനുഷ്ഠപ്പെടുന്നില്ല. ആദ്യത്തെ പുസ്തകം അനുഷ്ഠപ്പെടുത്താണ്. ആദ്യത്തെ അതിനെയാണ് കംപ്ലീറ്റ് ശ്ലോകം. അത് പല വൃത്തത്തിലുണ്ട്. നമ്മളിപ്പം നമ്മളിത് ഇഷ്ടപ്പെടുന്ന പിന്നെ ഏത് വൃത്തം വെച്ചാൽ ആ വൃത്തത്തിൽ തന്നെ അത് എഴുതും. ആദ്യം ഒന്ന് നോക്കിയിട്ട് കഴിയുന്നത്ര വൃത്തം ഇതായിട്ട് തന്നെ പിന്നെ ആയിട്ട് നോക്കും. അങ്ങനെ തന്നെ എഴുതാം. ഇതിൽ തന്നെ ഇപ്പം മൂന്നാല് വൃത്തം, ഒരു വൃത്തം അതിൻ്റെ സംസ്കൃത വൃത്തമാണ്. ദ്രാവിഡ വൃത്തത്തിൽ ഇപ്പം ഞാൻ എഴുതുന്ന പുസ്തകത്തിനെ കുറച്ച് ദ്രാവിഡ. ഇനി നമുക്കൊരു കഥ കേട്ടാലോ? വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രഭാതം 2 സായിപ്പന്മാർ ഗാന്ധിജിയെ കാണാൻ സബർമതി ആശ്രമത്തിലെത്തി. കോട്ടും സ്യൂട്ടുമൊക്കെ ധരിച്ച് വലിയ പത്രാസിലായിരുന്നു അവരുടെ വരവ്. ആശ്രമത്തിലെ കിണറ്റിനരികിൽ ഒരു വൃദ്ധൻ നിന്ന് തുണി കഴുകുന്നത് അവർ കണ്ടു. ഗാന്ധിജി ഇവിടെ ഇല്ലേ? അവർ ചോദിച്ചു. അല്പനേരം ആ ബെഞ്ചിലിരിക്കൂ, അദ്ദേഹം ഇപ്പോൾ വരും, അലക്കുകാരൻ പറഞ്ഞു. സായിപ്പന്മാർ 2 പേരും ആശ്രമത്തിൻ്റെ പൂമുഖത്തുള്ള ബെഞ്ചിലിരുന്നു. വൃദ്ധൻ തൻ്റെ തുണി കഴുകൽ കുറേ നേരം തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാം കഴുകി വിരിച്ച ശേഷം അദ്ദേഹം അവരുടെ അരികിലേക്കെത്തി. എന്താ വിശേഷം? കേൾക്കട്ടെ. ഞങ്ങൾ ബാപ്പുജിയോടൊപ്പം താമസിച്ച് ചില കാര്യങ്ങൾ പഠിക്കാൻ വന്നതാണ്. അദ്ദേഹം എത്തിയോ? അവർ അന്വേഷിച്ചു. എത്തിയല്ലോ, ഞാൻ തന്നെയാണ് ബാപ്പുജി. എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ, വൃദ്ധൻ നേർത്ത പുഞ്ചിരിയോടെ പറഞ്ഞു. അതോടെ സായിപ്പന്മാർ ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തെ നമസ്കരിച്ചു. ഇത്രയും നേരം തുണി കഴുകി നിന്നത് ഗാന്ധിജിയാണെന്ന് വിശ്വസിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ഇത്രയും മഹാനായ ഒരാൾ തുണി കഴുകുകയോ? വെള്ളക്കാരുടെ അമ്പരപ്പ് കണ്ട് ബാപ്പുജിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ചങ്ങാതിമാരെ, ഞാൻ തുണി കഴുകുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും അല്ലേ? ഈ സബർമതി ആശ്രമത്തിൽ എല്ലാവരും തുല്യരാണ്. ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഒട്ടും വ്യത്യാസമില്ല. സ്വന്തം വസ്ത്രങ്ങൾ അലക്കുന്നതും പാത്രങ്ങൾ കഴുകുന്നതും മുറി വൃത്തിയാക്കുന്നതും ടോയ്ലറ്റ് ശുചീകരിക്കുന്നതുമെല്ലാം ഇവിടുത്തെ ഓരോ അന്തേവാസിയുമാണ്. അങ്ങനെ ഗാന്ധിജി പറഞ്ഞുകൊണ്ടേയിരുന്നു. സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തവർക്ക് എങ്ങനെ മറ്റുള്ളവരെ സേവിക്കാൻ കഴിയും? ഉയർന്ന ചിന്തയും ലളിത ജീവിതവുമാണ് ഒരാളെ കൂടുതലായി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. ഒരിക്കൽ സബർമതി ആശ്രമത്തിൻ്റെ തൊട്ടരികിൽ താമസിക്കുന്ന ഏതാനും ചില വ്യക്തികൾ, പാവപ്പെട്ട വീട്ടമ്മമാർ, ഗാന്ധിജിയെ കാണാൻ വന്നു. നൂൽപ്പായിരുന്നു അവരുടെ തൊഴിൽ. മുഷിഞ്ഞു നാറുന്ന വസ്ത്രങ്ങൾ ഉടുത്താണ് അവർ വന്നത്. ആ കാഴ്ച ഗാന്ധിജിയെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അവർ പോയി കഴിഞ്ഞപ്പോൾ ഗാന്ധിജി കസ്തൂർബയെ വിളിച്ചു. ഇപ്പോൾ വന്നുപോയ സ്ത്രീകളെ നീ കണ്ടോ? കസ്തൂർബ പറഞ്ഞു. അവർ നന്നായി നൂൽ നിൽക്കുന്ന മിടുക്കുകളാണ്. അതെനിക്കറിയാം. ഞാൻ അതല്ല ചോദിച്ചത്. പിന്നെ അവരുടെ വസ്ത്രങ്ങൾ വല്ലാതെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് നീ കണ്ടില്ലേ? അത് ശരിയാണ്, കസ്തൂർബ സമ്മതിച്ചു. നീ നാളെ തന്നെ അവരുടെ കുടിലുകളിലേക്ക് പോകണം.
അവരെ ശുചിത്വം എന്തെന്ന് പഠിപ്പിക്കണം. ഞാൻ തീർച്ചയായും പോകാം. ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം. പിറ്റേന്ന് തന്നെ കസ്തൂർബ ആ വീട്ടമ്മമാരുടെ കുടിലുകൾ തേടിപ്പോയി. ആരുടെയും കരളലിയുന്ന രംഗമാണ് കസ്തൂർബ അവിടെ കണ്ടത്. തിരിച്ചെത്തിയപ്പോൾ കസ്തൂർബ ഗാന്ധിജിയോട് പറഞ്ഞു, എൻ്റെ പൊന്നു ബാപ്പുജി, അവരുടെ കാര്യം മഹാ കഷ്ടമാണ്. അവിടെ പല സ്ത്രീകൾക്കും ഒരേ ഒരു വസ്ത്രമാണുള്ളത്. അത് 2-3 പേർ മാറി മാറി ധരിക്കും. ഒരാൾ പുറത്തു പോകുമ്പോൾ മറ്റു 2 പേരും വസ്ത്രമില്ലാതെ കുടിലിനകത്ത് മറഞ്ഞിരിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെയാണ് അവിടെ കഴിഞ്ഞു പോകുന്നത്. ഈ വാർത്ത ഗാന്ധിജിയുടെ മനസ്സിനെ വല്ലാതെ വേദനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഭാരതത്തിലെ മിക്ക ദരിദ്ര കുടുംബങ്ങളുടെയും അവസ്ഥ ഇതാണ്. ഈ ദൈന്യത കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വിഷമമാണ്. അവരോട് അനുഭവം അറിയിച്ചുകൊണ്ട് ഇന്നു മുതൽ ഞാൻ എൻ്റെ കുർത്തയും തൊപ്പിയുമെല്ലാം ഉപേക്ഷിക്കുകയാണ്. മേലിൽ ഒരൊറ്റ മുണ്ടും ഖദർ ഷാളും മാത്രമേ ധരിക്കൂ. ഒറ്റ മുണ്ടും ഖദർ ഷാളും ധരിച്ചാണ് പിന്നീടുള്ള കാലം ഗാന്ധിജി ജീവിച്ചത്. നേരത്തെ പുസ്തകത്തിൽ വേണമെങ്കിൽ ചായക്കെ കറുപള്ളി അത് വായിച്ചു എന്നോട് മറുപടിയൊന്നുമില്ല. എന്താ മുന്നിൽ മാഷ് നേരത്തെ കുടുംബ പശ്ചാത്തലം രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ മാഷ്ക്ക് എങ്ങനെയാണ് സംഘടനാപരമായിട്ടും രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു രാഷ്ട്രീയ എൻ്റെ മാനസികമായിട്ടുള്ള ഒരു ചിന്താഗതി, എൻ്റെ കുടുംബ ചിന്താഗതി ശരിക്കും ഒന്നുമില്ല. പക്ഷെ ഞാനെങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ അതും എനിക്ക് ഉത്തരം പറയാൻ കഴിയും. ഞാൻ നന്നേ ചെറുതായപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്ന വലിയ ഫിഗറായിരുന്നു ഗാന്ധി, നെഹ്റു. അവരെ എന്തോ അറിയാത്തൊരു വല്ലാത്ത ബഹുമാനം എനിക്ക് അവരോട് ഉണ്ടായി. പിന്നീട് വന്നപ്പോൾ UP സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ അന്ന് രാഷ്ട്രീയം UP-യിലൊന്നുമില്ല. UP അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം നന്നില്ല. അപ്പോൾ ഞാൻ ലീഡറായിട്ട് മത്സരിക്കും. അതുകൂടി UP ഞാനായിരുന്നു എന്നെ എല്ലാവരും കൂടെ ലീഡറാക്കിയിട്ട് അന്ന് ഈ സ്കൗട്ടിലൊക്കെ UP സ്കൂളിൽ സ്കൗട്ട് ക്യാമ്പൊക്കെ ഉണ്ടായി. ആ സമയത്ത് മാടായി സ്കൂളിൽ കുറേ ആൾ സ്കൗട്ട് ഇളവർ എടുത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ബന്ധത്തിൽ. പിന്നെ രാമേന്ദ്രൻ കടത്തപ്പള്ളി ഇടവന UP-യിൽ വിദ്യാർത്ഥിയാണ്. ഹൈസ്കൂളിലെത്തുമ്പോൾ ഓൻ മാടായി സ്കൂളിൽ പോയി ചേർന്നപ്പോൾ അടുത്ത കൊല്ലം തന്നെ ഞാൻ അവിടുത്തെ ഒരു പഠിതാണ് മാടായി സ്കൂൾ. ഞങ്ങൾ ഒന്നിച്ചാണ് പോവുക ഒത്തിരി. അങ്ങനെ KSU വർക്കിൽ എൻ്റെ മാനസികമായിട്ട് ഞാൻ പഠിച്ചില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ പഞ്ചായത്ത് മെമ്പറാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എൻ്റെ വീട്ടിലെല്ലാവരും ഞാൻ എങ്ങനെയോ അതിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഞാൻ KSU പിന്നെ KSU ജില്ലാ കമ്മിറ്റിയിലായി. കള്ളപ്പുഴ ഗവൺമെൻറ് വിട്ടിട്ട് ഇവിടെ SN പറയും കണ്ണൂർ. ആ സമയത്ത് ഞാൻ ട്രെയിനിങ് കഴിക്കാൻ പ്രത്യേകിച്ച് പിന്നെ ഞങ്ങൾ ദിവസം കാണും. അങ്ങനെ ആ രീതിയിൽ പിന്നെ ഞാനിവിടെ അധ്യാപകനായി വന്ന് ഒരു കാര്യം മണ്ഡലം പ്രസിഡൻ്റായി. പിന്നെ അവിടെ ബ്ലോക്ക് പോയി. അങ്ങനെ അതിനിടയിൽ അല്പം മർദ്ദനം ഏൽക്കേണ്ടി വന്നു. 80 ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് വളരെ നന്നായിട്ടുണ്ടായി. അവിടെ മണിപ്പാലൊക്കെ പോയിട്ട് ഇതായി. പിന്നീട് ഞാൻ തുടർച്ചയായിട്ട് അങ്ങനെ പോയി. പിന്നീടാണ് എൻ്റെ മകൻ കല്യാണം കഴിച്ചു. ബാംഗ്ലൂരിൽ പോയി. ഓന് ഒരു കുട്ടിയായി. അപ്പോൾ ഞങ്ങൾ റിട്ടയർമെൻറ്റ് പറഞ്ഞു. ആ സമയത്ത് ബാംഗ്ലൂരിൽ പോയി കുട്ടിയെ നോക്കാൻ ജോലിയായിട്ട് അങ്ങോട്ട് പോയി. ഇവിടെ കുട്ടിയെ നോക്കാനായി ഞാൻ പിന്നെ അവിടെ ഒറ്റക്കാവില്ലല്ലോ. അങ്ങനെ ബാംഗ്ലൂരിൽ പോയി. അവിടെ അങ്ങനെ ഈ രാഷ്ട്രീയം ഞാൻ പോകുമ്പോൾ തീരുമാനിച്ചാൽ എൻ്റെ എല്ലാ സ്ഥാനവും രാജിവെച്ചു. മാഷിന് ഗാന്ധിജിയോടുള്ള ആരാധന മുതലാണ് തുടങ്ങിയിട്ടുള്ളത്.
ഞാൻ ഗാന്ധിജിയിലേക്ക് വന്നത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. ഞാൻ ചെറുതായ എങ്ങനെയോ ഞാൻ ഗാന്ധി ലോകത്തും ഇങ്ങനെയാക്കുമെങ്കിൽ ഒരു വല്ലാത്ത ആവേഗം അതെങ്ങനെ ഒന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെ ആയില്ല. അങ്ങനെയാണ് ഞാൻ ട്രെയിനിങ് സ്കൂളിൽ എത്തിയപ്പോൾ അവിടെ ഗാന്ധിജിനെ കുറിച്ചിട്ട് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായി. രാവിലെ അതുപോലെ മറ്റ് മതങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം അത് നമ്മുടെ അധ്യാപകന്മാരവർ പിന്നെ മാറി മാറി പിന്നെ ഒക്കെ പറഞ്ഞു തരും. അങ്ങനെ ഗാന്ധി മനസ്സിലേക്ക് കൂടുതൽ ഗതീകരിച്ചു. ഞാൻ അന്ന് എൻ്റെ വസ്ത്രധാരണമൊക്കെ സാധാരണ പോലെയാണ്. അങ്ങനെ അത് ജീവിതവും അങ്ങനെയാണ്. ഉത്സവം സമയമൊക്കെ എല്ലാം പിന്നെ അവിടെ നിന്ന് ഗാന്ധിയെ കുറിച്ച് അത് ട്രെയിനിങ്ങിൽ ഞാൻ പുറത്തിറങ്ങുമ്പോഴേക്കും ഞാൻ ശരിക്കും ട്രെയിനിൽ പോയ ആളല്ല എന്നിട്ട് ആ അല്ലാത്ത രീതിയിൽ ഒരു അനുഭവം എനിക്ക് പിന്നെ ഉണ്ടായി. ഞാൻ ഒന്ന് ഖാദിയാക്കി ഒന്ന് മാഷായിട്ട് ഖാദിയാക്കി. പിന്നീട് ജീവിതത്തിൽ ഈ മ്യൂസിയമൊക്കെ പിന്നെ ഒഴിവാക്കി കഴിയുന്നത്ര ഒരു ഗാന്ധിയരായിട്ട് ജീവിക്കണം എന്നുള്ള മോഹം മനസ്സിലുണ്ടായി. അങ്ങനെ ഗാന്ധിയൻ സാഹിത്യങ്ങൾ ധാരാളം വായിക്കാറുണ്ട്. ഗാന്ധിയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ഇപ്പം എൻ്റെ അടുത്തുണ്ട്. അതൊക്കെ വായിച്ച് ഏകദേശം ഗാന്ധിയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമം നടത്തി. അത് ഏറെക്കുറെ വിജയിച്ചു. അതിനിടയിൽ ഞാൻ ഗാന്ധിജിയെക്കുറിച്ച് ഒരു പുസ്തകം, ആ പുസ്തകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു. ആ പുസ്തകം ചരക്കട്ടി ബാലകൃഷ്ണൻ നായർ അവതാരികയ്ക്ക് എഴുതി തന്ന് അത് അടിക്കാൻ പറ്റിയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ആ പുസ്തകം എനിക്കൊരു പുസ്തക രൂപത്തിലാക്കാൻ സാധിച്ചില്ല. അത് പിന്നീട് സൂക്ഷിച്ചു വെച്ചു. അത് ചെതലരിച്ച് അത് ഉപയോഗിക്കാൻ കഴിയാണ്ടായി. അതോടുകൂടി എനിക്ക് പുസ്തകരചനയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിലുള്ളതായ ശ്രദ്ധ കുറഞ്ഞു. എന്തെങ്കിലും എഴുതിയാൽ തന്നെ അത് സൂക്ഷിച്ചു വെക്കുക എന്നില്ല നില ഇല്ലാണ്ടായി. അങ്ങനെ അയക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സ്ഥലത്ത് ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ട് വന്നു. അത് കണ്ടു. അവരാ പുസ്തകം ഞാൻ അടിക്കാമെന്ന് പറഞ്ഞൊരു മാധ്യമത്തിൻ്റെ രേഖയാണ്. ഞാൻ തന്നെ അടിക്കും, മാഷ് അടിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ചപ്പോഴാണ് ഞാനതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ആ പുസ്തകം ഒന്ന് ശുദ്ധീകരിച്ച് ഒരു പുസ്തക രൂപത്തിൽ ആക്കി. അതിന് സഹായിച്ചത് എന്നെ സഹായിച്ച് ശ്രീകാന്ത് എന്ന ഒരു എഴുത്തുകാരൻ. മറ്റ് പുസ്തക രചനയിലും അത് വിതരണം ചെയ്യുന്ന കാര്യത്തിലൊക്കെ സഹായിച്ചത് ശ്രീകാന്ത് സാർ. അദ്ദേഹത്തിൻ്റെ സ്മരണ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത. പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞു വന്നത് ചരക്കട്ടി ബാലകൃഷ്ണൻ്റെ അവതാരികയിലെ പുസ്തകം ചെതലൂരിൽ പോയി. അതുകൊണ്ട് ഗാന്ധിയെ കുറിച്ചൊന്ന് എഴുതണം എന്ന് പിന്നീട് തോന്നി. ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം അങ്ങനെയാണ് ഞാൻ പുസ്തകരചന ഗാന്ധിജിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതാൻ വീണ്ടും ആരംഭിച്ചത്. ധാരാളം പുസ്തകങ്ങൾ വായിച്ചു. ഏകദേശം അത് നല്ലൊരു അദ്ദേഹത്തിൻ്റെ ജീവിതം മലയാളത്തിൽ ഈ ഇത്തരം വലിയൊരു പുസ്തകം ഇതുവരെ മലയാളത്തിൽ ജീവിതത്തിൽ കംപ്ലീറ്റായിട്ട് ഇറങ്ങിയിട്ടില്ല. മലയാളത്തിൽ പദ്യ ശ്ലോകരൂപത്തിൽ ധാരാളം ഗദ്യ സാഹിത്യത്തിൽ ധാരാളം ഗാന്ധിജിയെ കുറിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ സംസ്കൃത വൃത്തത്തിൽ ഇത്രയും ശ്ലോകങ്ങളിൽ ഏകദേശം 2400 ശ്ലോകങ്ങളിൽ ഗാന്ധിയുടെ ജീവചരിത്രം വേറെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് എനിക്ക് നല്ല അഭിപ്രായമാണ് വായനക്കാരിൽ നിന്ന് കിട്ടിയത്. എല്ലാവരും നല്ല ധാരാളം ആളുകൾ വിളിച്ച് അഭ്യർത്ഥനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു അഭിപ്രായം കിട്ടിയിരിക്കും. അങ്ങനെയാണ് ഗാന്ധി ഈ പുസ്തകരചനയിലേക്ക് ഞാൻ കടന്നു വന്നത്. മാഷക്ക് കുടുംബജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ സംഘടന രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും കലാപരം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ ഗാന്ധി എന്ന ഈ പുസ്തകത്തിൻ്റെ ഒരുപാട് വളരെ ചുരുക്കി നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ ചുരുക്കി പറയാൻ പറ്റുന്ന ഗാന്ധിയെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും ഒരു അതിരുണ്ടാവില്ല. അത്രയും പഠിക്കാനും ഉള്ളതാണ് ഗാന്ധിയെ കുറിച്ചുള്ള ഗാന്ധി സാഹിത്യം. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ മനസ്സിൽ കാണുന്ന എൻ്റെ ഒരു കുലദൈവം പോലെ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഗാന്ധി. അത്രയും വലിയൊരു വ്യക്തിത്വം. അപ്പോൾ അവിടെ ജീവിതത്തിൽ ഗാന്ധിജിയുടെ ജീവചരിത്രം എടുത്താൽ ആദ്യകാലത്ത് ഗാന്ധിജി സാധാരണ മനുഷ്യനായി. സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാധാരണ അത്രയും സാധാരണ വിദ്യാഭ്യാസ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരു സാധാരണ മനുഷ്യനായി.
ആ മനുഷ്യൻ വളർന്ന് ഇന്ത്യക്ക് പുറത്ത് ആഫ്രിക്കയിൽ പോയി. ആഫ്രിക്ക ജീവിതം മുതലാണ് ഗാന്ധിജിയെ നമ്മൾ ഗാന്ധിജിയായിട്ട് കാണുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രവർത്തനം, അതുപോലെ അഹിംസയിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം, സത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ഇതൊക്കെ ഗാന്ധി എന്ന സാധാരണ മനുഷ്യനെ വലിയ നിലയിലേക്ക് ഉയർത്തുകയാണ്. ഗാന്ധിജി ആയില്ലെങ്കിലും ഗാന്ധിജിയുടെ അടുത്തേക്ക് എത്തുകയാണ് അവിടെ വെച്ച് തന്നെ, ആഫ്രിക്കയിൽ വെച്ച് തന്നെ. ധാരാളം സത്യാഗ്രഹങ്ങൾ അവിടെ നടത്തി. അവിടുത്തെയുള്ള അഴിമതിക്കെതിരായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് സമരം നടത്തി. മറ്റൊന്ന് അവർ മതവിശ്വാസം, മതത്തിൽ ആ ഗാന്ധിയുടെ ആശ്രമത്തിൽ ഈ നോമ്പ് കാലത്ത്, മുസ്ലിം നോമ്പ് കാലത്ത് ഈ ആശ്രമത്തിലെ എല്ലാ ആളുകളും മതവ്യത്യാസമില്ലാണ്ട് നോമ്പെടുക്കുക. 31 ദിവസം നോമ്പെടുത്ത് ആ നോമ്പ് പൂർത്തിയാക്കി സാധാരണ അതുപോലെ മറ്റു മതക്കാരുടെ, ക്രിസ്തു മതക്കാരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ സർവമത മൈത്രിയുടെ ഒരു വലിയ പഠന കേന്ദ്രം, ഒരു സർവകലാശാലയായിരുന്നു ഈ ദക്ഷിണാഫ്രിക്കയിൽ തന്നെ ഗാന്ധി. അതുപോലെ എത്ര ത്യാഗം സഹിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ശ്രമിച്ചു. അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവിടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. അവിടുന്ന് ഗാന്ധിജി തന്നെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ അവിടെ ഒരു കേസ് വാദിക്കാൻ വേണ്ടിയാണ് ഗാന്ധി പോകുന്നത്. ആ കേസ് സത്യത്തിൽ ഗാന്ധി വാദിക്കുകയല്ല ചെയ്തത്, ഈ വാദിയെയും പ്രതിയെയും കണ്ട് അവരെ ഐക്യത്തിൽ എത്തിക്കുകയാണ്, വാദിച്ച് ജയിക്കാൻ. അവരെ അന്യോന്യം ഈ കേസിന് പൈസ ചെലവേണ്ട, രാജ്യത്തിലേക്ക് നീങ്ങാൻ പാടുള്ള ആളുകൾ സൗഹൃദത്തിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്ന നിലയിൽ രണ്ടും മധ്യസ്ഥം പറഞ്ഞു കൊടുക്കുകയാണ് ഗാന്ധിജി. അങ്ങനെ ഗാന്ധി അവിടെ ധാരാളം മർദ്ദനം ഏൽക്കേണ്ടി വരും. ധാരാളം മർദ്ദനം ഏൽക്കും. ആരുടെ ഈ വെള്ളക്കാരുമായിട്ട് ഉള്ള പ്രശ്നങ്ങളിൽ ഗാന്ധി സകലരും ഇടപെടുകയും മർദ്ദനേൽക്കുകയും പലതും സഹിക്കേണ്ടി വരും. ഇന്ത്യക്കാരുമായിട്ട് പോലും അവിടെ തെറ്റേണ്ടി വന്നിട്ട് ഗാന്ധി അത്ര മാത്രം ത്യാഗം സഹിച്ചിട്ടാണ് ഗാന്ധി അവിടെ ജീവിച്ചത്. ഗാന്ധി ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും ശരിക്കും ഗാന്ധി പോയിട്ട് ഗാന്ധിജിയായി മാറിയിരുന്നു. ലോകമാന്യ തിലകനും ഇയാൾ തിലകനും ഗോഖലെ, ഇവരൊക്കെ ഗാന്ധിജിയുടെ ആരാധ്യ പുരുഷന്മാരായിരുന്നു. ഗോഖലെ ഗാന്ധിയുടെ ഗുരുവായിട്ടാണ് ഗോഖലെ ഗാന്ധി വിചാരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടമായി മാറി. ആ കാലഘട്ടം മാറിയപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉത്തരവാദിത്വം ഗാന്ധി ഏറ്റെടുക്കുക. ഗാന്ധി ഏറ്റെടുത്തോടുകൂടി തന്നെ ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ ഒരു വ്യതിയാനം ഉണ്ടാക്കുകയാണ് ഗാന്ധി. അക്രമ രാഷ്ട്രീയം കംപ്ലീറ്റ് ഉപേക്ഷിച്ചുകൊണ്ട് അഹിംസയിലും സത്യത്തിലും അധിഷ്ഠിതമായ ഒരു സമരമാണ്. ഈ ദക്ഷിണാഫ്രിക്കയിൽ ഉള്ളപ്പോൾ തന്നെ അവിടെ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതചര്യയായിരുന്നു. സത്യാഗ്രഹം എന്നാണ് ആദ്യം പറഞ്ഞത്, അത് പിന്നെ സത്യാഗ്രഹമാക്കി ഗാന്ധിജി. അവിടുന്ന് ആ സത്യാഗ്രഹം അവിടെ പ്രാക്ടീസ് ചെയ്ത് അവിടുന്ന് വിജയിച്ച് ആ വിജയം ഇന്ത്യയിലേക്ക് നടപ്പാക്കാൻ വേണ്ടിയാണ് പിന്നീട് പലപ്പോഴും ഗാന്ധിജി സത്യാഗ്രഹം സമരം നടത്തിയിട്ടുള്ളത്. ഗാന്ധിയുടെ ഏറ്റവും വലിയ ഒരു ഇതായിരുന്നു സത്യാഗ്രഹം. ഗാന്ധിജി മരിച്ചപ്പോൾ നെഹ്റു രാഷ്ട്രത്തോട് ചെയ്ത പ്രസ്താവന തന്നെ അത്ഭുതമാണ്. ഇങ്ങനെ ഒരു നമ്മുടെ എല്ലാം തീർന്ന മട്ടാണ് ഗാന്ധി എന്ന് നെഹ്റു എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഔസീറ്റ് ഗാന്ധി ഈ നെഹ്റു നമ്മോട് പറഞ്ഞ ആ കഥകൾ ഞാനതും ഒരു കവിതാ രൂപത്തിൽ അർത്ഥയിൽ പ്രസിദ്ധീകരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ നെഹ്റുവിൻ്റെ പ്രസംഗം അങ്ങനെ തന്നെ പദ്യരൂപത്തിൽ അത് പദ്യത്തിൽ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും എത്ര സാധിക്കുന്നതല്ല. ഏതായാലും ഗാന്ധിജി ഇന്ത്യയുടെ ആത്മാവാണ്, ആത്മാവ് കണ്ട ആളാണ്. ഇന്ത്യയുടെ ആത്മാവിൽ ലയിച്ചു ചേർന്ന ഇന്നും അന്നും എന്നും നമുക്ക് മാർഗദർശിയായിട്ട് വർത്തിക്കുന്ന ഒരു മഹാപുരുഷനാണ്, ഒരു മഹാത്മാവാണ്
ഒരു ധന്യാത്മാവാണ് ഗാന്ധിജി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ പാവനസ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് നമസ്കരിക്കാനേ കഴിയും. അതിൽ ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഓരോ ഭാരതീയൻ്റെയും ഒരു ഉത്തരവാദിത്തമായിട്ട് നമുക്ക് അത് കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ആ പുണ്യാത്മാവിൻ്റെ സ്മരണയ്ക്ക് ഒന്നുകൂടെ ഞാൻ നമസ്കരിക്കുകയാണ്. ഇത്രയും നേരം മാഷിന്റെ കലാജീവിതവും അതുപോലെ തന്നെ കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി. ഗാന്ധിജിയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഗാന്ധിജിയെ തൊട്ടറിഞ്ഞ ഒരു നിമിഷം തന്നെയായിരുന്നു ഞങ്ങൾക്കിന്ന് സമ്മാനിച്ചത്. കാരണം ഈ ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാഷ് പറയുന്ന ഓരോ വാക്കുകളിലും ഗാന്ധി എന്ന രണ്ടക്ഷരം എപ്പോഴും ഉരുവിടുന്നുണ്ടായിരുന്നു. ആ ഒരു ഗാന്ധി എന്ന വാക്കിൽ മാത്രം കേട്ടാൽ മനസ്സിലാകും ഗാന്ധിജിയോടുള്ള ആരാധന. ഇന്നത്തെ പുതുതലമുറ വായനയിലൂടെയും അതുപോലെ തന്നെ പ്രസംഗങ്ങളിലൂടെയും ചാനലിലൂടെയും മാത്രമാണ് ഗാന്ധിയെ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഒരു ഗാന്ധി ചിന്തയെ അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞിരിക്കുന്ന ഗാന്ധിയുടെ ഓരോ കാര്യങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ പതിച്ചുകൊണ്ട് ജീവിതത്തിന് അങ്ങോളം ഗാന്ധി ദർശനമായി പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട രേവത്ത് മാസ്റ്ററെ ഞങ്ങളിന്ന് പരിചയപ്പെടുകയുണ്ടായി. പുതുതലമുറ ഇന്ന് പ്രസംഗങ്ങളിലൂടെയും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ചോദ്യങ്ങളിലൂടെയുമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കളിയും ചിരിയും തമാശയും ആയിട്ട് മാത്രമാണ് നിങ്ങൾ നമ്മുടെ ചാനലിനെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് അതൊക്കെ മാറ്റി മറിച്ച് ചരിത്രത്തിൻ്റെ ഏടുകളിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോയത്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിച്ച ശ്രീ രേവത്ത് മാസ്റ്റർ കടന്നപ്പള്ളി മാഷിന് ഞങ്ങളുടെ സ്മാർട്ട് മീഡിയയുടെ പേര് ഹൃദയഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ ഇത്രയും നേരം ഞങ്ങൾ മികച്ച ഒരു ഇന്റർവ്യൂവിനെയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചു തന്നത്. അപ്പൊ കളിയും ചെറിയ തമാശ ഒക്കെ ആയിട്ടല്ലേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോയത്. അപ്പൊ ഇന്ന് അതിന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. അപ്പൊ ഇതുപോലെയുള്ള പുതിയ വീഡിയോസും ഞങ്ങളുടെ ചാനലിൽ വരും എന്ന് നിങ്ങൾ നന്ദി.